വിജയി കൂടി എത്തിച്ചേരുകയാണ്. പേരെന്താണ്? കൺഗ്രാറ്റുലേഷൻസ്. നിത്യാസിയാർ. എന്താണ് പേരെന്താണ്? നിത്യാസിയാർ. നിത്യ. ആദ്യം ആരെങ്കിലും കുറച്ച് വെള്ളം കൊടുക്കൂ. എവിടെന്നാണ്? പറവൂരിൽ നിന്നാണ്. അപ്പോ നിത്യയുടെ ആദ്യത്തെ മാരത്തൺ ആണ്. വെള്ളം കുടിച്ചിട്ട് ബാക്കി വെള്ളം കുടിച്ചോളൂ. പറവൂരിൽ നിന്നുള്ള നിത്യ 3ാം സ്ഥാനത്ത് ഓടിയെത്തിയിരിക്കുകയാണ്. 15 to 30 കാറ്റഗറി 23 മിനിറ്റിലാണ് നിത്യ ഈ വിന്നിംഗ് പോയിന്റിലേക്ക് ഓടിയെത്തിയത്. ഇതിനു മുൻപ് മാരത്തണിലൊക്കെ പങ്കെടുത്ത് പരിചയമുണ്ടെന്നാണ് പറയുന്നത്. ഏത് മാരത്തണിലാണ് മുമ്പ് പങ്കെടുത്ത്? ഈ മാരത്തൺ തന്നെ ഓടിയിട്ടുണ്ട് 2. ഇതിനു മുൻപ് നമ്മുടെ മാരത്തണിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് വിന്നർ ആയിരുന്നോ? ഫസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ആയിരുന്നു. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നമ്മുടെ 3rd എഡിഷനിൽ വിന്നറായി ഓടിയെത്തിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? കൂടുതൽ കുഴപ്പമില്ല, സന്തോഷമായിരിക്കുന്നു. സന്തോഷമായി. എന്താണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അടുത്തയാളെത്തിയിരിക്കുന്നു. 4ാമത് 24 മിനിറ്റ് 42 സെക്കൻഡ് കൊണ്ട് അടുത്തയാൾ 4ാമത് ഓടിയെത്തിയിരിക്കുന്നു. പേരെന്താണ്? മോളുടെ പേരെന്താണ്? Here we have the winner of 30+ category. ചേച്ചി കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഇത്തിരി വെള്ളം കൊടുക്കൂ രമ ചേച്ചിക്ക്. ഇത്തിരി വെള്ളം. രമ 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 നമ്മുടെ 30+ കാറ്റഗറിയിലെ വിന്നർ ആണ് കേട്ടോ രമ ചേച്ചി. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ഒരു വലിയ കൈഡി രമ ചേച്ചിക്ക്. ഈ കൈഡി ഒന്ന് പോരാ. ചേച്ചി അത്ലീറ്റ്സ് ആണ്. അതെ, പണ്ട് തൊട്ടേ റേസിംഗിന്റെ 131ാമത് ഇത്തവണത്തെ നാഷണൽ ഗെയിംസിൽ പങ്കെടുത്തയാളാണ്. ചണ്ഡീഗഡിൽ നടന്ന നാഷണൽ ഗെയിംസിൽ പങ്കെടുത്തയാളാണ്. ഞാൻ നേരത്തെ ചേച്ചിയോട് സംസാരിച്ചിരുന്നു. അപ്പൊ ചില്ലറ കക്ഷിയല്ലേ? ഒരു പ്രതീക്ഷിച്ചയാള് തന്നെയാണ്. അനുജയ്ക്ക് ഓൾറെഡി പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെ, ഞാൻ ചേച്ചി തന്നെ ജയിക്കും. ഓട്ടത്തിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് സംസാരിച്ചിരുന്നു. See the spirit. Congratulations. ഈ ഒരു സ്പിരിറ്റിന് കൊടുക്കാൻ ഒരു വലിയ കൈയടി. ചേച്ചി 30+ ഇത്ര നേരമായിട്ടും റണ്ണറപ്പിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അടുത്ത വിന്നർ എത്തിയിരിക്കുകയാണ്. പേരെന്താണ്? അതുല്യ. അതുല്യ. വയനാട്. 25 സെക്കൻഡിൽ അതുല്യ ഫ്രം വയനാട്. അനുജ, we have something here. ചേച്ചിയുടെ എത്ര? 52 വയസ്സായി. 52 വയസ്സായി ചേച്ചിക്ക്. ഈ കഴിഞ്ഞ 4-ാം തീയതി, അതായത് 4 ദിവസം മുമ്പ് ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഹാപ്പി ബർത്ത്ഡേ കൂടി പറയാം. ഹാപ്പി ബർത്ത്ഡേ ടു യു ചേച്ചി. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. ഈ ഒരു ബർത്ത്ഡേ 54ാമത്തെ വയസ്സിലുള്ള ഈ ഒരു ബർത്ത്ഡേ ഇരട്ടി മധുരമായിരിക്കുകയാണ്. 52ാം വയസ്സിലുള്ള ഈ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ നമ്മുടെ ഒരു പിങ്ക് മിഡ് നൈറ്റ് 30+ വിന്നർ ആയതിലൂടെ കേട്ടോ. താങ്ക് യു. എന്തായിരുന്നു ചേച്ചിയുടെ പ്രിപ്പറേഷൻ കാര്യം ഈ ഒരു ഇതിൽ പങ്കെടുക്കാനായിട്ട്? എനിക്ക് ധാരാളം അസുഖങ്ങളുണ്ടായിരുന്നു. 408 വരെ ഷുഗർ ഉണ്ടായിരുന്നു. നട്ടലിന് പ്രശ്നം ഉണ്ടായിരുന്നു. ശാരീരിക മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. മരുന്നൊന്നും കഴിക്കണ്ട. വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. 51.5 കിലോമീറ്റർ വരെ ഞാൻ ഓടും. ഫുൾ മാരത്തോൺ, ഹാഫ് മാരത്തോൺ സ്ഥിരം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിന്നറാകുന്ന പ്രതീക്ഷയോടല്ലേ വന്നത്? കഴിഞ്ഞ നൈറ്റ് റണ്ണ് 51.5 കിലോമീറ്റർ ഓടി കോതമംഗലം. വാവ്, ഇങ്ങനെയുള്ള ആൾക്കാരെ വേണം നമ്മൾ ഈ ഒരു വുമൻസ് ഡേക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാനായിട്ട്. ട്രക്ക് റൺ ചെയ്ത് കോഴിക്കോട് വയലാട് ഹിൽ സ്റ്റേഷൻ 9 മണിക്കൂർ 25 മിനിറ്റ്. ഇത് ചേച്ചിയുടെ കൂടെ വന്ന ചേച്ചിയുടെ ചേട്ടനാണോ? ഒന്നിച്ചോടുന്നതാണ്. അപ്പൊ എല്ലാ ദിവസവും ഓട്ടം ഉണ്ട്. ഓ, അപ്പം കണ്ടോ, ഒരു വിമൻ ഹെൽത്ത് കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ ഈ ഒരു വുമൻസ് ഡേക്ക് പ്രയോറിറ്റൈസ് ചെയ്യാവുന്നതാണ് പറയുന്നത്. അതെ ചേച്ചി, ഹാൻഡ് ബാൻഡ് ഒക്കെ എടുത്ത് വെച്ചോണം കേട്ടോ. രണ്ടും ഉണ്ട്. ഇപ്പം നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വായിച്ചതായിരുന്നു. ഈ ഒരു ചെസ്റ്റിലുള്ള ഒരു ചെസ്റ്റ് നമ്പറും അതുപോലെ തന്നെ പിങ്ക് ഒരു പേർപ്പിൾ ആൻഡ് യെല്ലോ ബാൻഡ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് വിന്നർ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ വൺസ് അഗൈൻ ഈ ഒരു വുമൻസ് ഡേ ടൈമിൽ ചേച്ചി നമുക്ക് മുമ്പോട്ട് എടുക്കാം. വരും. അതെ, വലിയ ആത്മവിശ്വാസത്തോടെയായിരുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത്. നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അറിയാമായിരുന്നു അല്ലേ? പ്രതീക്ഷിച്ചിരുന്നു. ഓക്കെ, കുറച്ച് 16-ാം തീയതി തൃശ്ശൂർ ഒരു റൺ ചെയ്തു. 1ാമതായിട്ട് ഫിനിഷ് ചെയ്തു. പിന്നെ ഇന്നാണ് ഓടിയേക്കണത്. എല്ലാ ദിവസവും ഓടാറുണ്ട്. ഡെയിലി 25.5 കിലോമീറ്റർ ഞാൻ ഓടുമായിരുന്നു. ഇപ്പം ഞാൻ മുളങ്ങന്തത്ത ESI ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യണത്. അപ്പം ഡെയിലി ഓടാൻ പറ്റണില്ല, എന്നാലും ഓടും.